ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9 month ബേബി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ ലുലു ഫൻറ്റൂറയിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം നമ്മൾ ലുലുവിൽ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുന്ന എൻട്രൻസ് ആണ്. നമുക്ക് പോകേണ്ടത് 3rd floor ആണ് കേട്ടോ. 3rd floorലാണ് ഫൻറ്റൂറ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൻറ്റൂറ റീച്ചായി. നമുക്ക് പൊതുവേ അറിയാം, കിഡ്സിനൊക്കെ പ്ലേ ആക്ടിവിറ്റീസ് ഉള്ള ഏരിയയിൽ പോകാനായിരിക്കും കൂടുതലും ഇൻട്രസ്റ്റ് അല്ലേ. ഇവിടെ നമ്മുടെ കിഡ്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ 9 month ബേബീസിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് 9th monthലെന്നല്ല, മോസ്റ്റ്ലി ബേബീസിന് ഒരു 6 months കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിലൂടെ അവരുടെ വിഷ്വൽ ട്രാക്കിംഗ് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കിൽസും സോഷ്യൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. സെക്കൻഡ് ആക്ടിവിറ്റിയാണ് ബോൾ റോളിങ്. നമ്മളൊരു കുഞ്ഞു ബോൾ എടുത്ത് അവർക്ക് കൊടുക്കുന്നതും അവർ തിരിച്ച് നമുക്കെടുത്ത് തരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്ത് കളിക്കുന്നതൊക്കെ ഈ ഒരു ടൈമിൽ അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇതവരുടെ മോട്ടോർ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ പ്രോപ്പർട്ടീസും ഹാൻഡ് ടു ഹാൻഡ് എക്സ്ചേഞ്ച് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും പഠിക്കും കേട്ടോ ഇതിലൂടെ. ബോയ് ബേബി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, കാറ് ബൈക്ക് അതിലൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ക്ലാപ്പിംഗ് ആൻഡ് സിംഗിങ്. നമ്മൾ കൈ കൊട്ടി പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോഴത്തേക്കും അവർ ആ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ കൂടെ അവർ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മസിൽസൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ അവരുടെ ഐസും ഐ കോർഡിനേഷനും എല്ലാം ഡെവലപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഓരോ മ്യൂസിക്കിൻ്റെയും റിതംസ് അവർ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു കാറിൽ കൊണ്ടിരുത്തിയ. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ ആൾ പിടിക്കുമെന്നുള്ളത്. കാരണം 9 months ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലേയിലേക്ക് കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് പോയത്. പക്ഷെ അതിലിരുത്തിയപ്പോൾ ആൾ സ്റ്റിയറിംഗ് ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ പിടിച്ചിട്ട് തിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് നല്ല എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫാക്ടറായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ വാട്ടർ പ്ലേ. നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകത്തില്ലേ, അപ്പോൾ ടബിൽ കിടക്കുന്ന ടൈമിൽ അവരുമായിട്ട് മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ നോക്കുക. അവർക്ക് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, നല്ല നല്ല പാട്ട് പാടിക്കൊടുക്കുക, അവരുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ അവർ മാക്സിമം എൻ്റർടൈൻ ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു ടൈമിൽ. ഇതവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ടബിലെ വെള്ളത്തിനകത്ത് കുറച്ച് ടോയ്സും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അവർ കളിക്കുന്നതിലൂടെ അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇത് നെക്സ്റ്റ് എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കാറായാലും ബൈക്കായാലും എവിടെ എങ്ങനെയാണ് ആ ഓരോ വെഹിക്കിൾസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എല്ലാം ഗ്രാസ്പ് ചെയ്ത് അതിന് എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിൽ സ്റ്റിയറിങ്, ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക്, ഹോൺ ആണെങ്കിൽ ഹോണ്, അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ കുഞ്ഞുഭാവയല്ലേ, അവരെ ഇപ്പോഴേ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്ന് വിചാരിക്കേണ്ട. അവരെ ഇപ്പോഴേ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അവർക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു ടൈമൊക്കെയാണിത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പ്ലേ ഏരിയസിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരുടെ മോട്ടോർ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എക്സ്പ്ലോറിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. കാരണം ബേബീസിന് എപ്പോഴും പുതിയ പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പുറത്ത് പുതിയ പുതിയ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുക, പുതിയ പുതിയ പ്ലേ ഏരിയാസ് കൊണ്ടുപോയി കാണിക്കുക, പുതിയ പുതിയ പ്രോപ്പർട്ടീസ് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് സാൻഡ് പ്ലേ. ബേബീസിനെ ബീച്ചിൽ കൊണ്ടുപോകണം കേട്ടോ. ബീച്ചിൽ കൊണ്ടുപോയി ആ മണലിലൊക്കെ കുറച്ച് കുട്ടി കുട്ടി ടോയ്സൊക്കെ ഇട്ടിട്ട് അവരെ ബീച്ചിലിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരാ മണ്ണിൽ കളിക്കുന്നതും ഒക്കെ അവരുടെ ഡെവലപ്മെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അവരുടെ സെൻസറി ഓർഗൻസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മണലിൽ കളിക്കാൻ വിടുന്നത്. പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുഞ്ഞൊക്കെ ആയിരുന്ന ടൈമിൽ നമ്മൾ ഈ പാടത്തും വരമ്പത്തൊക്കെയാണ് കളിക്കാൻ വിട്ടിരുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഈ ബേബീസിൻ്റെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ മൂവിങ് ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത് നോക്കാനും വലിയ ഇഷ്ടമാണ്. പിന്നെ അവർ ബൈ ഒക്കെ പറയാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ 9th month എന്ന് പറയുന്ന. ഇതാണ് ഞാൻ കുറച്ചൊന്നേ പറഞ്ഞത്. അവിടെ ഒരു ഹോണുണ്ടായിരുന്നു. ആൾക്കത് ഹോണാണെന്ന് അറിയാനുള്ളൊരു ഏജൊന്നും ആയിട്ടില്ല, പക്ഷേ അതിൽ ഹോണടിക്കുകയും ആ സ്റ്റിയറിങ് പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ട്രഷർ ബാസ്ക്കറ്റ് കേട്ടോ. നമുക്ക് ഈ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് പോലെയൊക്കെ കിട്ടത്തില്ലേ, അതിപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അല്ല ബാസ്ക്കറ്റ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലൊരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ ടോയ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോയ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് കളിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുതിയ പുതിയ ടെക്സ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പല പല ടോയ്സ് ഗ്രാബ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസും സെൻസ് ചെയ്യാനായിട്ടുള്ളൊരു പവർ നമുക്ക് ബേബീസിന് കിട്ടുന്നതായിരിക്കും. സോ സെൻസറി ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ടോയ്സ് കളക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ബാസ്ക്കറ്റും അതിൽ ടോയ്സ് ഇട്ട് വെച്ചേക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്താൽ മതി. ടോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതൊരു നൈസ് ഐറ്റമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഗണ്ണായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതിലും ആൾ പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാം ബേബിയെക്കാട്ടിലും കൗതുകമായിരുന്നു നമുക്ക് ഈ ബേബി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ. ആസ് എ പാരൻറ്റ് നമുക്ക് ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണല്ലോ ഇത്. പാരൻസിന് എല്ലാവർക്കും അത് മനസ്സിലാവും. ഇത് മാത്രമല്ല, അവരിങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലേ. അപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, നൈവു ബേബി എല്ലാവരും കൂടെയാണ് കേട്ടോ ലുലുവിലോട്ട് പോയത്. നെക്സ്റ്റ് വന്നാണ് സ്റ്റാക്കിംഗ് ബ്ലോക്സ്. അത് നോർമലി മിക്ക പ്ലേ ഏരിയസിൽ പോകുമ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ഇങ്ങനെ സോഫ്റ്റ് സ്റ്റാക്കിംഗ് ബോൾസ് ഇട്ടിട്ട് കിഡ്സ് എല്ലാം അതിൽ കിടന്ന് കളിക്കുന്നത്. ഇത് അവരുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റാക്കിംഗ് ടോയ്സ് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. TV, മൊബൈൽ ഫോൺ ഇതൊന്നും കാണിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ഗൺ ഷൂട്ടിൻ്റെ ഇത് കണ്ടുകൊണ്ട് മാത്രം ആളെ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പോൾ കണ്ടില്ലേ, അത് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടോ. പക്ഷേ എന്നാലും ആൾക്ക് ആ ഒരു TV-യിലോട്ട് നോക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ബിക്കോസ് നമ്മൾ ഇത്രയും നാളായിട്ട് ഫുഡ് കൊടുക്കാനായാൽ പോലും മൊബൈൽ ഫോണോ TV-യോ ഒന്നും കാണിച്ചിട്ടല്ല ഫുഡ് കൊടുക്കുന്നത്. സോങ്സ് വെച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ വിഷ്വൽസ് ഒന്നും കാണിക്കാറില്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, മൂവിങ് ഒബ്ജക്ട്സ് എല്ലാം കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവരുടെ വിഷ്വൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൈമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവിങ് ഒബ്ജക്ട്സ് എല്ലാം അവരെ കൊണ്ടുപോയി കാണിക്കുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് കാണുമല്ലോ, ഹാൻഡ് ബാഗിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ്, എല്ലാ ടോയ്സും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നില്ല. അത് സ്പേസും കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോയ്സ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടോയ്സ് എല്ലാം നമ്മൾ ക്യാരി ബാഗിൽ ക്യാരി ചെയ്യണം കേട്ടോ. അതുപോലെ ടീത്തിങ്ങിൻ്റെ ടൈമാണെങ്കിൽ ടീത്തിങ് ടോയ്സും കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് എങ്കിലും ബേബീസിനെ പുറത്ത് കൊണ്ടുവന്ന്
പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിക്കുന്നതും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ 2 വീക്സിലൊരിക്കലെങ്കിലുമൊക്കെ ബേബീസിനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണം. കാരണം നമ്മൾ വീടിനകത്താകുമ്പം ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ അവർ ഡെയിലി കാണുന്നത്. സോ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം കേട്ടോ. സോ മാക്സിമം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ബേബീസിന് കൊടുക്കണം ഈ ഒരു 6 to 12 months. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൈ കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ ഓരോ സൗണ്ട്സും കേൾക്കുമ്പോഴത്തേക്കും ഓരോ സൗണ്ട്സ് ഗ്രാബ് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള പ്ലേ ഏരിയസിൽ കൊണ്ടുപോയാൽ അവിടെ മ്യൂസിക്കും പല പല ലൈറ്റ്സൊക്കെ ഉള്ളത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമും കൂടെയാണത്. പിന്നെ ബേബീസിനെ നിലത്ത് കളിക്കാനൊക്കെ വിടുമല്ലോ. അവർ ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേ മാറ്റ് ഇട്ടാലും അതിന് പുറത്തേക്കൊക്കെ പോവും. പക്ഷേ ആ ഒരു ടൈമിൽ ഒരിക്കലും സോക്സോ ഷൂസോ ഒന്നും അവർക്ക് ഇട്ട് കൊടുക്കരുത്. ബിക്കോസ് അവർ ഓരോ ഒബ്ജക്ട്സും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ സെൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമാണ്. അപ്പം ഓരോ ഒബ്ജക്ട്സും അവർ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് അറിഞ്ഞ് തന്നെ വളരണം കേട്ടോ. ഇതവരുടെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ സെൻസറി ഓർഗൻസ് എല്ലാം ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്ലോറിലൊക്കെ വിടുന്ന ടൈമിൽ എപ്പോഴും ഒരാൾ ബേബീസിൻ്റെ കൂടെ വേണം കേട്ടോ. കാരണം അവർ പിടിച്ചെഴുന്നേക്കുന്ന ഒരു ടൈമാണ് ഈ 9th month എന്ന് പറയുന്നത്. അപ്പം അവർ പിടിച്ചെണീച്ച് ഒരേ കണക്ക് നിൽക്കത്തില്ല. ചിലപ്പം ബാക്കിലോട്ടൊക്കെ മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ കളിക്കാനിരുത്തുന്ന ടൈമിൽ എപ്പോഴും പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ ആരാണോ നോക്കുന്ന ആ ഒരു പേഴ്സൺ എങ്കിലും കൂടെ എപ്പോഴും വേണം കേട്ടോ. ഫൈനലി നമ്മൾ ഫൺ ടൂറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബേബീസിനെയും കിഡ്സിനെയും കൊണ്ടുപോകാൻ പറ്റിയൊരു ബെസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലുലുന്ന് റിട്ടേൺ വീട്ടിലേക്ക് വന്നു കേട്ടോ. സോ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.